ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മലയാള പുതുവർഷമാണ് ഇന്ന് 1201 ആണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർഷം മികച്ചതാക്കാൻ വേണ്ടിയിട്ട്, ഈ മലയാള പുതുവർഷം മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെയും പോലെ 3 ചിത്രങ്ങൾ ഉണ്ട് തംബ്നെയിലില്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ഡെക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മലയാള പുതുവർഷം മികച്ചതാക്കാനായിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കാര്യമായ മാറ്റങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറുന്ന അല്ലെങ്കിൽ കടക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള പുതുവർഷം എന്ന് കാണുന്നു. ഒരുപാട് അധ്യായങ്ങൾ അവസാനിക്കുന്ന ഒരു വർഷമാണ്. ഓക്കെ, പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്ന, വളരെ സെക്യൂരിറ്റി ഉള്ള, ഓക്കെ, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള, സ്റ്റെബിലിറ്റി ഉള്ള പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്ന, അപ്പോൾ വിവാഹമായിരിക്കാം, സ്ഥിരം ജോലി, ഓക്കെ, സ്ഥിര വരുമാനം, അതൊക്കെ ആരംഭിക്കുന്ന ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ, മാറ്റങ്ങളെ വരുന്ന രീതിയിൽ ഉൾക്കൊള്ളുക. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് ആയില്ല എന്ന് പറഞ്ഞ് ആ വരുന്ന മാറ്റങ്ങളെ തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം തന്നെയാണ്, പക്ഷെ അത് വരുന്നത് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക, അതിനെ സ്വീകരിക്കുക. ഒരുപാട് പുരോഗതിയാണ് കാണുന്നത്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ, ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ മാറ്റങ്ങളുണ്ട്, ഒരുപാട് അധ്യായങ്ങൾ അവസാനിക്കുന്നു, പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. നമുക്ക് ജഡ്ജ്മെന്റ് കാർഡാണ് കിട്ടിക്കണേ. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മാറ്റം, ഈ ഒരു എന്താ, ചില അധ്യായങ്ങൾ അവസാനിക്കുന്നത്, ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത്, പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നത്, ഈ ഒരു വർഷം എന്താ നിങ്ങൾ സ്ഥിരം ജോലിയിലാകുന്നത്, സ്ഥിര വരുമാനം നിങ്ങൾക്കാകുന്നത്, അതുപോലെ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നത്, അതൊക്കെ ഈ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നടക്കണം എന്നുള്ളത്. അതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും പുരോഗതിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ മാറ്റം പക്ഷെ നിങ്ങൾക്ക് അത്ര സുഖകരമായിരിക്കില്ല. അതായത് പെട്ടെന്ന് എന്നുള്ള ആ ഒരു നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്ത് കിടക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ്. കാരണം ടവർ, ഡെത്ത്, ഏസ് ഓഫ് വീൽസ് ആണ് നമുക്ക് കിട്ടിയിരിക്കണേ. അതായത് അവസാനിച്ചു പോകേണ്ട കുറെ കാര്യങ്ങൾ പെട്ടെന്നുള്ള ഓവർനൈറ്റ് ഷിഫ്റ്റ്, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. വീണ്ടും നമുക്ക് റേസ് കാർഡാണ് കിട്ടിയിരിക്കണ, ഏസ് ഓഫ് വാൺസ്. ഓക്കെ, പെട്ടെന്നുള്ള പുതിയ തുടക്കങ്ങൾ, അങ്ങനെ. അപ്പോ ആ ഒരു വേഗത ഉണ്ടാവും, മാറ്റങ്ങൾക്ക് വേഗത കൂടും. അതാണ് നിങ്ങൾ അൺകംഫർട്ടബിൾ ആകുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് പേടിക്കാൻ മാത്രം യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോ നിങ്ങൾ അതുകൊണ്ടാണ് ആ കംഫർട്ടബിൾ ആകില്ല എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഒരുപാട് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നല്ല നല്ല അവസരങ്ങൾ, ജോലിയിലായിക്കോട്ടെ, അതുപോലെ ബിസിനസ് ഉണ്ടെങ്കിൽ അതില്, ഫൈനാൻഷ്യൽ ആയിട്ട്, അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു വർഷമായിട്ട് കാണുന്നു. അപ്പൊ ഇതിനൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുക. ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ആ ഒരു ഓരോ നല്ല കാര്യം സംഭവിക്കുമ്പോഴും മറക്കാതെ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക, അതില് അകമഴിഞ്ഞ് സന്തോഷിക്കുക എന്നുള്ളത് പറയുന്നു. പിന്നെ സ്വപ്നങ്ങള്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റിന്റെ ഒരു വർഷമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വർഷം. ഓക്കെ, അപ്പൊ ആ ഒരു അത് ഈ പറഞ്ഞ പോലെ കണ്ടോ, ഈ 9 ഓഫ് കപ്സിന്റെ കൂടെ വന്ന് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നേരത്തെ നമുക്ക് അതേ ഒരു എനർജിയാണ്. ഇപ്പൊ ഏസ് ഓഫ് വീൽസിന് തൊട്ട് മുന്നേ ഡെത്തും ടവറും ഒക്കെയാണ് വരുന്നത്. അതായത് പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ വളരെ വേഗത്തിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലാണ് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന ഒരു ചെറിയ ഡിസ്കംഫർട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് നമ്മള് എന്താ പറയാ, ഇപ്പൊ നിങ്ങളൊരു ദൂരയാത്ര ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റീലൊക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ചിലപ്പോ ഒരാഴ്ച കൊണ്ട് ശരിയാവുകയാണ്. നമ്മൾ എന്താ വിചാരിക്കണത്, ചിലപ്പോ ഒരു ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച്, പ്രത്യേകിച്ച് വേറെ രാജ്യത്തിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ശരിയാവാണ്, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കാര്യം ശരിയാവും. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ ഇപ്പൊ ആയിരിക്കുന്ന സ്ഥലം നമ്മുടെ കംഫർട്ട് സോൺ ആണ് അല്ലെ. അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു, പോകുന്നു, പുതിയ സ്ഥലം. അപ്പൊ നമുക്ക് ആകെ ഒരു അവിടെ സന്തോഷമാണ്, സന്തോഷാണ്. പക്ഷെ പുതിയൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചതിന് വേഗത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അതാണ് നമ്മൾ കാണുന്നത്. നിങ്ങളോട് പറയുന്നത് വരുന്ന മാറ്റങ്ങൾ, അതും
മിന്നൽ വേഗത്തിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വളരെ വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിൽ സന്തോഷിക്കുക. ഓക്കെ, മാക്സിമം സന്തോഷിക്കുക, എൻജോയ് ചെയ്യാൻ മൊമെന്റിലായിരിക്കാൻ പറയുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഏതൊരു കാര്യം നടക്കുമ്പോൾ ഞാൻ ഇതിന് തയ്യാറാണോ അല്ലെങ്കിൽ ഞാൻ തയ്യാറല്ല അങ്ങനത്തെ തോന്നലുകളൊന്നും വേണ്ട. സംശയങ്ങളോ അങ്ങനത്തെ ചിന്തകളോ വേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ അതിന് റെഡിയാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ റെഡി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നത്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഓർഗനൈസ്ഡ് ആയിരിക്കാൻ പറയുന്നു. ലൈഫിൽ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഫൈനാൻഷ്യലി ഇപ്പൊ കണ്ടു, ഫൈനാൻഷ്യലി നല്ലൊരു തുടക്കം ഉണ്ടാവുന്നൊക്കെ കണ്ടു. ഇപ്പൊ ദൂർത്ത് അനാവശ്യ ചെലവുകളൊന്നും ഇല്ലാതെ കരുതിയിരിക്കണം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. പിന്നെ ലൈഫിലും ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. റിസ്ക് ഒക്കെ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഓക്കെ, റിസ്ക് എടുക്കുന്നതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രം അതിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത്, അത് വളരെ ആരെങ്കിലും പറയുന്നത് കേട്ട് അന്ധമായിട്ട് റിസ്ക് ഉള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രത്യേകിച്ച് പൈസ നിക്ഷേപിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് എടുത്ത് പറയുന്നു. പിന്നെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെടുന്ന രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിസ് വരുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കാം. ഇത്തരം ആളുകളോട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ട് കാണുന്നു. ഈ ഒരു വർഷം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ വിവാഹം നടക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കണ്ടുമുട്ടൽ മാത്രമല്ല, വിവാഹം നടക്കുന്നതിന് വരെയുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് എനർജിയിലാണോ, നിങ്ങൾ എന്താണോ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ എനർജിയിലായിരിക്കും. ആ ഇമോഷൻസ് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമാധാനം സന്തോഷമാണ് ഈ ഒരു വർഷം മുഴുവൻ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകുക. ഓക്കെ, അതും നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ, പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത അധ്യായങ്ങൾ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ബന്ധങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ, അല്ലെങ്കിൽ അതിനോടൊക്കെ എന്നേക്കുമായി യാത്ര പറയാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഗ്രൂപ്പ് വണ്ണിലുള്ളവര് ഒരു 90%, പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ളവര്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും ഒന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ, ആദ്യ കൂടിക്കാഴ്ച, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം വരെ കാണുന്നുണ്ട്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നേരത്തെ 10 of Pentacles ആണ്, ഇപ്പൊ 4 of Wands ആണ് കിട്ടിയത്. അപ്പോ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ ലവേഴ്സ് കാർഡാണ് കേട്ടോ. ഡിവൈൻ യൂണിയൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിക്കുന്ന, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ, പല സന്ദർഭങ്ങൾ, പല വ്യക്തികൾ, ബന്ധങ്ങൾ, ഇതിൽ നിന്നെല്ലാം എന്നേക്കുമായി ഇതിനൊക്കെ വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. അതിനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കുക. ഓക്കെ, അത് കൃത്യമായി ഉപയോഗിക്കുക. ആ വിട്ടുകളെ പിന്നെയും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. അതാണ് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഗൈഡൻസ്. ഒഴിഞ്ഞു പോകേണ്ടതൊക്കെ ഒഴിഞ്ഞു പോട്ടെ, ഒഴിഞ്ഞു പോകേണ്ടതൊക്കെ ഒഴിഞ്ഞു പോവും. അതിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. ഓക്കെ, വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് റെഡിയാകുക. അതാണ് എല്ലാ മാറ്റങ്ങൾക്കും നിങ്ങൾ റെഡിയാകുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 1 ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഒരു ഗൈഡൻസും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു പുതുവർഷം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അടുത്തൊരു റീഡിംഗിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ മലയാള പുതുവർഷം മികച്ചതാക്കാൻ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലൈറ്റ് കുറച്ച് കുറവാണ്, ഇപ്പൊ കറണ്ടും ഇല്ല, നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. കാർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് മൂൺ കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. Clarify the moon card.
നിങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനി എന്ത് എടുക്കണം, എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, അടുത്ത ആക്ഷൻ എന്താണ് എടുക്കേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി നിങ്ങളിലേക്ക് ഈ വർഷം വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ്, ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തിലായിരിക്കാം അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വ്യക്തത ഈ വർഷം ലഭിക്കുന്നതായിട്ട് കാണുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ആ ക്ലാരിറ്റിയിലൂടെയാണ് നിങ്ങൾക്ക് ഒരു വിജയം കാണുന്നത് ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയ കാർഡ് നോക്കൂ, സ്റ്റാർ കാർഡ്. അപ്പൊ നിങ്ങളുടെ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഈ ചാലഞ്ച് അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ടതായിട്ട് കാണുന്നു, ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതായിട്ട് കാണുന്നു. അതില് നിങ്ങൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. അപ്പൊ ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു എന്താ പറയണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യം. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ സംബന്ധിച്ച്, നിങ്ങളിപ്പോ ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ആ ഒരു ആഗ്രഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് അത് നേടിയെടുക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടാകണം എന്നും കൂടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 8 of Wands കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രസ്, അതുപോലെ ഗുഡ് ന്യൂസ്, പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മാസം തന്നെ വായത് പെട്ടെന്ന് വന്നതാണ്. അപ്പൊ ചിലപ്പോൾ ഈ ഒരു മാസം, അതായത് ഈ ഒരു ചിങ്ങമാസത്തിൽ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി അത്രയും പ്രയത്നിച്ച് നിങ്ങൾ അതിലൊരു നല്ല വാർത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കാത്തിരിക്കുന്ന വാർത്ത, ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതായിട്ട്, പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ തന്നെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. യാത്ര ഇൻവോൾവ് ആകാം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്കോ വേറൊരു നാട്ടിലേക്കോ താമസം മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാഗ്നന്റ് എനർജി നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരു സ്റ്റക്ക് എനർജി. അത് മാറി ഒരു ഫോർവേഡ് മൊമെന്റ്, ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അല്ലെങ്കിൽ അത് കൺഫർമേഷൻ. ജസ്റ്റ് ഒരു തോന്നലൊന്നുമല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു പുരോഗതി, ആ ഒരു ഫോർവേഡ് മൊമെന്റ്, ആ ഒരു പ്രോഗ്രസ് നിങ്ങൾ ഈ ഒരു വർഷം, ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പിന്നെ പറയുന്ന ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ് അതിൽ പെട്ടുപോകാതിരിക്കാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചില കാത്തിരിക്കുന്ന ചില വാർത്തകളൊക്കെ വരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. ആ സമയം നിങ്ങളുടെ ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് അതിനെ തടയാൻ, ആ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കാൻ, എന്താ പറയാ, സഹായിക്കല്ല, നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറയുന്നു, അതിൽ നിന്ന് ഹീൽഡ് ആകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ എമർജൻസി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി കാണാമല്ലോ, കാരണം പുറത്തൊന്നും കൂടി ഇരുട്ടാവുക, അപ്പോൾ തീരെ വെളിച്ചം കിട്ടുന്നില്ല. 4 of Cups ആണ് കിട്ടിയിരിക്കുന്നത്. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളിൽ, അതുപോലെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, അതിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പ്രതീക്ഷ കൈവിടരുതെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ലെങ്കിൽ അതിന് ഒട്ടും നടക്കില്ല എന്നല്ല വിചാരിക്കണ്ടേ, അത് ഇതിനേക്കാൾ നല്ലതാണ് എനിക്ക് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്, അതായത് എന്നിലേക്ക് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾ. അത് നിങ്ങളോട് പറയുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അത് എന്താ പറയാ, നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആ കിട്ടിയിരിക്കണേ. അപ്പൊ അതായത് വളരെ ഒരു അപ്ഗ്രേഡ്, കാര്യമായ ഒരു അപ്ഗ്രേഡ് ആണ് സാമ്പത്തിക സ്ഥിതിയിൽ കാണുന്നത്. അതെത്തുമ്പോൾ നമുക്കപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ തോന്നുമല്ലോ, കുറെ സ്പെൻഡ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് അത് പറ്റാതിരുന്ന ഒരാളായിരുന്നെങ്കിൽ പെട്ടെന്ന് പൈസ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ തോന്നും ഇല്ലേ? അവിടെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പൈസ ചെലവാക്കുക, പിന്നുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത് എന്നെടുത്ത് പറയുന്നു. സ്പെൻഡിങ്ങിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പൈസ ചെലവാക്കാനായിട്ട് നിങ്ങളിൽ പണം ഉണ്ടാകും, പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള പണത്തിനെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനായിട്ട്, വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ, സമ്പത്ത് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും
എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, വെൽത്ത് ജനറേഷൻ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, സ്വത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ. പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കണേ. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. എല്ലാ മാറ്റങ്ങളെയും സത്യമാണ് കറണ്ട് വന്നത് പറഞ്ഞ പക്ഷേ ഓക്കെ, ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ എങ്ങനെ വന്നാലും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. ഓക്കെ, ഫ്രീ ആയിരിക്കാം. ഒരു മാറ്റം വരുമ്പോഴേക്കും അയ്യോ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്ന് വെച്ചാൽ അതിനിങ്ങനെ തടയാൻ ശ്രമിക്കുക, അതിൽ നിന്ന് ഓടി വിളിക്കാൻ ശ്രമിക്കുക, ഒന്നും ചെയ്യരുത്. വളരെ ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് പോകും. നിങ്ങൾ എത്രത്തോളം ഒരു എന്താ പറയാ വല്ലാതെ സ്ട്രെസ്ഡ് ആകാതെ സ്ട്രെസ് ഫ്രീ ആയി നിങ്ങൾ ജീവിക്കുന്നു, അത്രത്തോളം ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നൽകുക. ഓക്കെ, അപ്പൊ മാറ്റങ്ങൾ പോലും അതുപോലെ നിങ്ങൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റണം. പിന്നെ ഒരുപാട് എന്താ പറയാ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ അല്ലെങ്കിൽ നിങ്ങൾ കാരണം ആഘോഷങ്ങൾ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു ആഘോഷമൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമാകുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അത് ആഘോഷിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. നിങ്ങളുടെ അത്യാവശ്യം നല്ലൊരു വർഷമായിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എടുക്കേണ്ട ചില നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതും കൂടെ ചെയ്താലേ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം വരുള്ളൂ. ഓക്കെ, അതെപ്പോഴും ഓർക്കണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ ആഗ്രഹിക്കുക എഫർമേഷൻസ് പറയാല്ല. നമ്മൾ അതിന്റെ കൂടെ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് ഉണ്ട്, അതെടുക്കണം. നമ്മൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്, അത് ഹീൽ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു മാറ്റം, എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കുക കേട്ടോ. അതെപ്പോഴും ഓർക്കുക. സറണ്ടർ ചെയ്ത് പോവുക. നിങ്ങൾ അതാണ് പറയുന്നത്, എത്രത്തോളം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വർഷം ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 2 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു മലയാള പുതുവർഷം മികച്ചതാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വർഷത്തിന്റെ ഒരു ജനറൽ എനർജി നമുക്ക് കിട്ടും. നമുക്ക് 3 of Swords ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 3 of Swords. ഹീലിംഗ്. ഓക്കെ, ഹീലിംഗ് ആണ് കാണുന്നത്. അതായത് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ചും ഏതെങ്കിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കേട്ടോ, ഏത് ബന്ധമെന്നാലും റൊമാൻറ്റിക് തന്നെയല്ല ഉദ്ദേശിക്കണേ, പ്ലറ്റോണിക് കണക്ഷൻസ് ഏത് തന്നെയാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ബന്ധം അവസാനിച്ചു പോയതിന്റെ ആയിരിക്കാം നിങ്ങൾ എന്തെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഹീലിംഗ്, അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഹീലായി അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള അവസരം ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ അത് കൃത്യമായി ഉപയോഗിക്കാൻ പറയുന്നു. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അതിലൊരു നിങ്ങളത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹീലിംഗ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ലൈഫിൽ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈഫ് ആസ്വദിക്കുക. ഓക്കെ, അപ്പോഴും ഈ അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കേണ്ട, കഴിഞ്ഞു പോയില്ലേ. ഇപ്പൊ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങളും വന്നു. അപ്പൊ ആ നല്ല മാറ്റങ്ങൾ വരുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ലൈഫ് എൻജോയ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, നിങ്ങൾ എന്താണോ ഈ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയാണുള്ളത്. അത് പറഞ്ഞപ്പോൾ സമയം ഞാൻ കണ്ടത് 19 ആണ്. ഓക്കെ, 19 എന്ന് പറയുന്നത് ടാരോട്ടിലെ സൺ കാർഡിന്റെ നമ്പർ ആണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു കഴിവിനെ, ആ ഒരു എനർജീനെ ഏറ്റവും ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് അത്രമേൽ ബെനിഫിറ്റ് തരുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലൈഫിൽ അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാൻ പറയുന്നു. പ്രത്യേകിച്ച് കരിയറിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, നിങ്ങൾ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കുന്നു, കരിയറിൽ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയും നിങ്ങൾക്ക് സക്സസും സ്റ്റെബിലിറ്റിയും ഉണ്ടാകും. അത് ജസ്റ്റ് ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ കരിയറിൽ പ്രത്യേകിച്ച്. ഓക്കെ,
നിങ്ങളെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ, ഓക്കെ, ആ സ്ട്രഗിൾ നിങ്ങൾ എങ്ങനെയും അവസാനിക്കാനായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ആസ്പെക്റ്റിൽ ആ മാനിഫെസ്റ്റേഷൻ ഓക്കെ സക്സസ്ഫുൾ ആകുന്നത് ഈ ഒരു വർഷമാണ്. ഈ ഒരു വർഷം നിങ്ങൾ ആ സ്ട്രഗിൾ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് അവസാനിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല അത് ആ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ ഏത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണോ ആഗ്രഹിക്കുന്നത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഓക്കെ ആ കരിയറിൽ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ആത്മവിശ്വാസത്തോടെയാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് ഈ വർഷം, അതേ വേഗതയിൽ ഓക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും അത് സക്സസ്ഫുള്ളി വിജയകരമായി നേടിയെടുക്കാനും സാധിക്കും എന്നാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കുറേ നാളായിട്ട് പരിശ്രമിക്കുകയാണ്, വളരെ ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ഒരു ആത്മവിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ എന്താ പറയണ്ടേ റിയാലിറ്റിയിലേക്ക് ആ ഒരു ആഗ്രഹം സബലീകരിക്കുന്നത് ഈ വർഷമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല, ഒരു സർപ്രൈസ് ഉണ്ട് അവിടെ ഓക്കെ. കാരണം നമുക്ക് ഹൈ പ്രീസ്റ്റസ് ചില സമയത്ത് കിട്ടുമ്പോൾ അതിനൊരു സർപ്രൈസ് എലമെന്റ്, അതായത് അതിനെക്കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം ഓക്കെ. അതെങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ഓക്കെ. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളൊക്കെ ആയിരിക്കും. അതിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിങ്ങൾ എന്തായാലും അവിടേക്ക് എത്തും എന്നുള്ളത്, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട്. ആ ഒരു ആഗ്രഹം, ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നു. അതെങ്ങനെ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നടക്കും എന്ന് മാത്രം നിങ്ങൾ അറിയുക. അത് നടക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക ഓക്കെ. അത് ആഘോഷിക്കുക, അതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മാരേജ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, വിവാഹമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ അറേഞ്ച് മാരേജിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അലയൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ടും അവരുടെ ഒരു പ്രപ്പോസൽ വരുന്നതും അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുന്നതും ദൈവമേ പറഞ്ഞേ ഉള്ളൂ, ഇതാ വന്നു നമ്മുടെ എംപറർ ഓക്കെ. അപ്പൊ തന്നെയാണ് സംഭവം. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹത്തിൽ അത്രയും കാര്യമായി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എംപറർ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിവൈൻ മെസ്കുലിൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ. മെസ്കുലിൻ എന്ന് പറഞ്ഞാൽ ആണ് എന്ന് മാത്രമല്ല അർത്ഥം, അത് നമ്മുടെ എനർജിയാ പറയണേ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ അത്രമേൽ മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിവാഹം അത്രമേൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അതായത് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പങ്കാളി, ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം ആണ് നമുക്ക് കിട്ടുന്നത്. അത് നടക്കാനുള്ള സാധ്യത ഈ വർഷം തന്നെയുണ്ട്. മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ ഓക്കെ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് നടക്കും. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സന്ദർഭങ്ങൾ, നല്ല നല്ല എന്താ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. യെസ്, ആഘോഷങ്ങൾ, ഒരുപാട് ആഘോഷങ്ങൾ, ഒരുപാട് നല്ല വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഓക്കെ. അപ്പോൾ ഈ ഒരു പുതിയ വർഷം, അപ്പോൾ അങ്ങനെ നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ, ആഘോഷങ്ങളുടെ ഭാഗമാകാൻ അവസരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കേണ്ട എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് കൃത്യമായി അതിനെങ്ങനെ വിലയില്ലാതെ കാണരുത് ഓക്കെ. ആ ആഘോഷിക്കുന്ന വേളകളിലൊക്കെ അതിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക, വേറെ ചിന്തകളിലേക്ക് പോകാതിരിക്കുക. നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക. ജീവിതത്തിൽ ആഘോഷിക്കേണ്ടതായിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളും അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് ആഘോഷിക്കുക, മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുക. അതാണ് നിങ്ങളോട് പറയണേ. പൊതുവേ ഒരു ശാന്തമായ ഒരു വർഷമാണ്, വളരെ സമാധാനം നിറഞ്ഞൊരു വർഷമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഈ ഒരു പോയിന്റ് വരെ എങ്കിൽ ഈ ഒരു വർഷം തൊട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ സമാധാനം നിറഞ്ഞൊരു സമയമാണ് കാണുന്നത് എല്ലാത്തിലും ഓക്കെ. അപ്പൊ എന്തിലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ തടസ്സങ്ങൾ നേരിടുക, കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന, ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കാത്തിരിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഗൈഡൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുക. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഉഴപ്പും വരുത്താതിരിക്കുക ഓക്കെ. കൃത്യമായിട്ട് ഗൈഡൻസ് ഫോളോ ചെയ്യാം. ഈ വർഷം ഉണ്ടാകുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളും ആസ്വദിക്കുക. ഈശ്വരനോട് നന്ദി പറയാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു, നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ
നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, അതായത് നിങ്ങളുടെ ചിങ്ങമാസം എങ്ങനെയാണ്, നിങ്ങൾക്ക് സ്പെസിഫിക്കലി എങ്ങനെയാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിലെ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കോൾ എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും സാധ്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ റെസ്പോൺസ് തരുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു പുതുവർഷം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.